morning devotion. I'm forever yours. Praise God. നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല. സാധാരണ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമുക്കറിയാം, പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം, ഇവന്റെ കുരുട്ടിന് കാരണം എന്താ? കർത്താവ് പറഞ്ഞ ദൈവപുത്രന്റെ മഹത്വം വെളിപ്പെടാനായിട്ട്. ലാസറിന്റെ ദീനവിവരം യേശുവിന്റെ അടുക്കൽ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം, ഇത് മരണത്തിനല്ല, ദൈവപുത്രന്റെ മഹത്വം വെളിപ്പെടാൻ. നമ്മിൽ വെളിപ്പെടാതിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇന്നത്തെ കഷ്ടങ്ങൾ സാരം. അപ്പൊ ഇന്നത്തെ കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ കഷ്ടങ്ങൾ ദൈവം തന്നാൽ മാത്രമേ മഹത്വം ഉള്ളൂ എന്ന് ചിന്തിക്കുന്നു. അതല്ല അതിന്റെ അർത്ഥം. നമ്മുടെ അകത്ത് മഹത്വം ഉള്ളത് കൊണ്ട് ഇന്നത്തെ കഷ്ടങ്ങൾ നമ്മൾ കഷ്ടമായിട്ട് തോന്നത്തില്ല. എന്നാൽ ഈ മഹത്വം വെളിപ്പെടുമ്പോഴാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് ഈ ഒരു മഹത്വത്തിന് വേണ്ടിയാണ് ഇവർ ഈ വഴിയിൽ കൂടെ വന്നത്. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വലിയ കഷ്ടത്തിലായിപ്പോയി. അല്ല, നമ്മൾ വലിയ കഷ്ടത്തിലല്ല, നമ്മുടെ പ്രശ്നത്തിലല്ല, പ്രക്രിയയില്ല. കർത്താവ് നമ്മളെ ഇപ്പോൾ ആയിരിക്കുന്നതിനേക്കാളും അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളെ കഷ്ടത ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്, പ്രതികൂലങ്ങളെ തന്നിരിക്കുന്നത്. നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിനോട് കോംപ്രമൈസ് ചെയ്യും. പ്രിയപ്പെട്ടവർ, നമ്മൾ കഷ്ടങ്ങളോടും പ്രതികൂലങ്ങളോടും കോംപ്രമൈസ് ചെയ്ത് പോകാൻ വിളിക്കപ്പെട്ടവരല്ല, പിശാചിനോട് എതിർത്ത് നിൽക്കാൻ വിളിക്കപ്പെട്ടവർ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കണം, തിരിച്ചറിയണം. നിങ്ങൾ ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നത് മഹത്വത്തെ വെളിപ്പെടുത്താനായിട്ടാണ്, കഷ്ടതയെ വെളിപ്പെടുത്താനായിട്ട് അല്ല, പ്രതികൂലത്തെ വെളിപ്പെടുത്താനായിട്ടല്ല, അവൻ മഹത്വം വെളിപ്പെടുത്താനായിട്ടാണ്. അതെ, അതുകൊണ്ട് പ്രതികൂലങ്ങളെ വകവെക്കാതെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നവരായി മാറാം. ഓരോ നിമിഷവും ചുറ്റുപാടുകളിൽ നിങ്ങളുടെ മഹത്വം, ഹല്ലേലൂയ, നിങ്ങളിൽ വസിക്കുന്ന ദൈവമഹത്വം മറ്റുള്ളവർ കാണാനിടയാകട്ടെ. God bless you. Amen.